എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ദീപാവലി ആഘോഷം വരുവാണല്ലോ. അപ്പോൾ ദീപാവലിയെ ഡൽഹി നഗരം എത്തരത്തിലാണ് വരവേൽക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കിക്കാണാം. എല്ലാ ആഘോഷങ്ങളെ പോലെ തന്നെ ദീപാവലിക്കും അതിൻ്റേതായ പ്രത്യേകതകളും കാര്യങ്ങളുമുണ്ട്. ഓരോ ആഘോഷങ്ങൾക്കും നമുക്കറിയാം അതിന് ഒരു റിച്വൽ ഭാഗവും ഉണ്ടാവും, കൂടാതെ ഒരു കാർണിവൽ പാർട്ടുമുണ്ട്. അപ്പോൾ റിച്വൽ പാർട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതായത് ദീപാവലിയുടെ പ്രത്യേകതകളും അതിൻ്റെ ഐതിഹ്യമായുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം, അതെങ്ങനെ ആചരിക്കുന്നു കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കാർണിവൽ പാർട്ടാണ് നമ്മൾ പറയുന്നത്. കാർണിവൽ പാർട്ട് എന്ന് പറയുമ്പോൾ അത് പൊതു മാർക്കറ്റുമായി കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു, അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങുന്നു, എല്ലാവരും ലൈറ്റുകൾ വയ്ക്കുന്നു. ലൈറ്റുകൾ വയ്ക്കുന്നതൊക്കെ ഒരു മത്സരം പോലെ തന്നെ നമ്മളെല്ലാ സ്ഥാപനങ്ങളും അവരവരുടെ എത്ര കണ്ട് മനോഹരമാക്കാൻ പറ്റും അത്ര വളരെ മനോഹരമായ രീതിയിൽ ലൈറ്റുകൾ കൊണ്ട് അണിഞ്ഞൊരുങ്ങിയാണ് നമ്മൾ ഓരോ സ്ഥാപനങ്ങളും കാണുന്നത്. കസ്റ്റമേഴ്സിനെ എല്ലാം തന്നെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഈ സമയത്ത് കൊടുക്കാറുണ്ട്. ഗിഫ്റ്റുകൾ പരസ്പരം കൈമാറുന്ന പതിവും ഇവിടെ ഉണ്ട്. പുതിയ പ്രോഡക്ട്സ് വിപണിയിൽ ഇറക്കുകയും കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പതിവൊക്കെ സാധാരണ നിലയിൽ ഈ സമയത്ത് കാണാറുണ്ട്. ഓൺലൈൻ സെയിൽസ് ആയാലും ശരി, ബാക്കി നമ്മൾ ഓഫ്ലൈനിൽ കടയിൽ പോയി വാങ്ങുന്നതായാലും ശരി, എല്ലാം തന്നെ അത്യാകർഷകമായ രീതിയിൽ വിലക്കുറവിലും അതുപോലെ മേന്മയുള്ള സാധനങ്ങൾ കസ്റ്റമേഴ്സിനെ ആകർഷിച്ചുകൊണ്ട് വിപണിയിൽ എത്തിക്കുന്ന രീതിയിലൊക്കെയുള്ള പരിപാടികൾ ഇവിടെയുണ്ട്. അപ്പോൾ ദീപാവലി സമയത്ത് നമുക്ക് ചെറിയൊരു തണുപ്പുമുണ്ട്. അപ്പോൾ ഈ നഗരവീതിയിലൂടെ ഇങ്ങനെ ലൈറ്റ് നിറഞ്ഞു നിൽക്കുന്ന ദീപപ്രഭയിൽ അങ്ങനെ നടന്നു പോവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ ഇങ്ങനെ ലൈറ്റുകളുണ്ട്, ഒഴുകി നടക്കുന്ന ലൈറ്റുകളുണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ലൈറ്റുകൾ, വിവിധ നിറത്തിലും ഡിസൈനിലുമുള്ള ലൈറ്റുകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ കൂരിരുട്ടിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ലൈറ്റുകൾ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. വിപണികൾക്കൊക്കെ തന്നെ ഒരു പുതുജീവൻ നൽകുന്ന ഒരു സമയമാണ് ഈ ദീപാവലി സമയം. എല്ലാവരും തന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് 1-2 ആഴ്ച മുമ്പ് തന്നെ അവരവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റുമായിട്ട് മാർക്കറ്റുകൾ തോറും കയറിയിറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്, പതിവുള്ളതാണ്. പലർക്കും രാത്രി യാത്ര ചെയ്യാമെന്ന് പറയുന്നത് തന്നെ വളരെ നയന മനോഹരമായ കാര്യങ്ങളാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും രാത്രി യാത്ര ഇഷ്ടപ്പെടുന്നവരൊക്കെ. കാരണം വെച്ചാൽ രാത്രി ബസ്സിൽ പോവുകയാണെങ്കിലും വേറെ നമ്മൾ ടാക്സികളിലൊക്കെ പോവുകയാണെങ്കിലും ആ കാറ്റും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ദീപാലങ്കൃതമാക്കിയിട്ടുണ്ട്. നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീടിന് പുറത്ത് നമ്മൾ ലൈറ്റുകളൊക്കെ വെക്കുന്നത് പോലെ തന്നെ റൂമുകളിലും നമ്മൾ മാലകളൊക്കെ തൂക്കി മനോഹരമാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാസ്റ്റിക് മാലകളും വിവിധ തരത്തിലുള്ള വിവിധ നിറങ്ങളിലുള്ള മാലകൾ ഇവിടെ അവൈലബിളാണ്. പിന്നെ പല ഡിസൈനിലുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓരോരോ ഗ്രാമങ്ങളിലും തന്നെ ഇങ്ങനത്തെ ഡിസൈനുകളൊക്കെ അമ്മമാരും അല്ലെങ്കിൽ കുടുംബശ്രീകളൊക്കെ പല തരത്തിലുള്ള കരകൗശല ഇതിലുണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. മെഷീനായിട്ടുള്ള ഉണ്ടാവാം, പക്ഷേ ഈ തരത്തിലൊക്കെ വളരെ ഡിസൈൻ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ആകർഷകമായി തോന്നുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മളെ ഫാമിലി സർക്കിളിലായാലും ശരി, ഫ്രണ്ട് സർക്കിളിലായാലും ശരി, എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് പാക്കുകൾ അവൈലബിളാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലുണ്ട്, ബിസ്ക്കറ്റ്സ് പാക്കുകൾ, അതുപോലെ പല തരത്തിലുള്ള പാക്കുകളും കാര്യങ്ങളും ഇവിടെ അവൈലബിളാണ്.
ദീപാവലി മിഠായി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും സുലഭമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മധുര പലഹാരങ്ങളാണ്. മധുര പലഹാരങ്ങൾ പരസ്പരം കൈമാറുക എന്നുള്ളതാണ്. വ്യത്യസ്ത തരത്തിലുള്ള മധുര പലഹാരങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. പല പല കമ്പനികളതും ഉണ്ട്, റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതുകൊണ്ട് അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംവിധാനമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹം, നമ്മളെ സന്തോഷം, ഇതെല്ലാം തന്നെ പരസ്പരം നുകർന്നുകൊണ്ട് പരസ്പരം കൈമാറിക്കൊണ്ട് എന്നും ഒരു നവജീവൻ, ഒരു പുതിയ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷമായിട്ട് തന്നെ വേണം നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു നവചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് നുകരാൻ പരസ്പരം ആശ്രയിച്ച് സഹകരണത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ ആചാരങ്ങളും ഒക്കെയാണ് നമ്മളിതിൽ നിൽക്കുന്നത്. പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാനുള്ളൊരു മനസ്സും കരുണയും ഒക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി പ്രേരണ നൽകുന്ന കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മൾ പുതിയ വസ്ത്രങ്ങൾ അണിയുകയും ഭക്ഷണം കഴിക്കുകയും മധുരം നുകരുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊന്നും സാധിക്കാതെ വരുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഭാഗത്തുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ചെറിയ രീതിയിൽ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും ആ തരത്തിലുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഉള്ളൊരു സന്ദർഭമാണിത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിങ്ങനെ കാണുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലതും വാങ്ങി ഒരു 10 വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളൊരു ഇത് നമുക്കിങ്ങനെ തോന്നും. കാരണം വെച്ചാൽ അത്ര ആകർഷകമായിട്ടാണ് ഇത് വെച്ചതും ഇത് കാണാനൊക്കെ വേണ്ടിയിട്ട്. പടക്കത്തിൻ്റെ കച്ചവടമുണ്ട്, അതായത് മേശപ്പൂവ്, ചക്രം, അതുപോലെ തന്നെ പടക്കങ്ങൾ, ചെറിയ രീതിയിലുള്ള പടക്കങ്ങളാണ്, ചൈനീസ് പടക്കങ്ങളുണ്ട്, അങ്ങനത്തെ സംഭവങ്ങൾ. നമ്മളെ മാതിരിയുള്ള ഓലപ്പടക്കങ്ങൾ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ചെറിയ ചെറിയ രീതിയിലുള്ള പടക്കങ്ങൾ, പിന്നെ അങ്ങനത്തെ ഡിസൈൻ, പല പല ഡിസൈനിൽ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ വാതിലിൽ തൂക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈ വാതിലിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകൾ, ശുഭ് ദീപാവലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ പല പല സ്റ്റിക്കറുകൾ സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ചെരാതുകളിൽ, അങ്ങനത്തെ ചെരാതുകളുണ്ട് പല ഡിസൈനിൽ. അതുപോലെ തന്നെ മെഴുക് കൊണ്ടുണ്ടാക്കിയ മെഴുക് തിരികളുണ്ട്. മെഴുക് തിരികൾ പറഞ്ഞാൽ പല പല പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സുലഭമാണ്. റോഡുകളെല്ലാം തന്നെ ലൈറ്റ് പന്തലുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. ലൈറ്റ് കൊണ്ട് പന്തലിട്ടിട്ട് അപ്പോൾ അതിലൂടെ അങ്ങനെ റോഡ് സൈഡുകളെല്ലാം തന്നെ ലൈറ്റ് പന്തൽ അത് നമുക്കും കാണാവുന്നതാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എല്ലാവരോടും വിട പറയുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസകൾ. ഗുഡ് ലക്ക്.